ഉർവശി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇനി എക്സ്പ്ലോർ ചെയ്യണം എന്ന് താല്പര്യമുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടാവുമോ? ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്യാരക്ടേഴ്സിന് ഒരിക്കലും അവസാനം ഉണ്ടാകുന്നില്ല ഈ ലോകത്ത്. ജനിക്കുന്ന ഓരോ വ്യക്തിയും പുതുമയുള്ളവരാണ്. ഒരാളിനെ പോലെ മറ്റൊരാളില്ല. ആ മാനറിസംസ് കണ്ടെത്തി എഴുതുന്ന റൈറ്റേഴ്സ് അവര് കൂടുതലുണ്ടാകണം. നമുക്ക് കൂടുതലും ഇഷ്ടം ചേച്ചിയെ ഒരു പരിമളമായിട്ടും അല്ലെങ്കിൽ അതുപോലെ അച്ഛൻ്റെ അമ്മയായിട്ടും ഒക്കെ കാണാൻ അങ്ങനെ ആണ് നമുക്ക് ഇഷ്ടം. വാക്കിന് മക്കളെ വിളിച്ച് സംസാരിക്കുന്നവരാണ്. ഓ ആണോ മക്കളെ, അയ്യോ മക്കളെ വെള്ളം കുടിക്കണ മക്കളെ, ചായ വേണോ മക്കളെ, എല്ലാത്തിനും ചോദിക്കും. യഥാർത്ഥ തിരുവനന്തപുരം സ്ലാങ് അതാണ്. അച്ഛൻ്റെ അമ്മയൊക്കെ അറിയാതെ ചില സംഗതികൾ വന്നു ഭവിക്കുകയായിരുന്നു ചെയ്തത്. ഗൂർഖ എന്ന് പറയുന്ന ഒരു സീനിൽ ഒരു ഗൂർഖയെ പറ്റി പരാമർശിക്കുന്നുള്ളൂ, പിന്നെ ഗൂർഖ അതിലൊരു കഥാപാത്രം. ഞാനും ആ വേൾഡ് അപ്പോഴാണ് കാണുന്നത്. ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് ജീവിച്ചിട്ട് പോലും കേട്ടോ. അപ്പോൾ എനിക്ക് അറിയത്തില്ല ഈ ഒരു എന്താ പറയുക, ഒരു ഹൗസിംഗ് ബോർഡ് കോളനിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിതം എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിനിതേട്ടൻ്റെ കൂടെ അവിടെ ലൊക്കേഷൻ ട്രക്കിയൊക്കെ വിനിതേട്ടൻ പോകുമ്പോഴേ ഞാൻ പറഞ്ഞു ഞാനും കൂടി ഒന്ന് വന്നോട്ടെ, എനിക്കത് അറിയത്തില്ല ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ ജീവിക്കുന്നത്. ക്യാമറ സ്റ്റാർട്ട് പറയുന്നതിനും കട്ട് പറയുന്നതിനും ഇടയ്ക്കുള്ള ആ സമയത്ത് ആ ക്യാരക്ടർ ആവുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല. ഇനി നമ്മളങ്ങ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഡയറക്ടർ എന്നെ വിശ്വസിച്ചു, ഞാൻ പെർഫോം ചെയ്യുന്നു, അത്രേ ഉള്ളൂ.